ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? അപമാനിക്കല്ലേ? സുധിച്ചേട്ടൻ എന്തിനാ അപമാനിക്കണം? മരിച്ചുപോയ സുധിച്ചേട്ടൻ എന്തിനാ? സുധിച്ചേട്ടൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലും. നമ്മളെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധീനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലെന്ന് അറിയാം. കാരണം കൊല്ലം സുധീനെക്കാട്ടി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ രേണു സുധി. രേണുവിനെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന അവസ്ഥയിലോട്ട് വരെ എത്തി. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് രേണു അഭിനയിച്ച ഏതെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും. ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലൊക്കെ ഓടി നടന്ന് അഭിനയിക്കുകയാണ് പുള്ളിക്കാരത്തി. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഫോട്ടോഷൂട്ടുകളൊക്കെ മൊറ പോലെ നടക്കുന്നുണ്ട്. രേണുവിന്റെ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. ഫോട്ടോഷൂട്ട് എന്നല്ല, ഇപ്പൊ രേണു എന്ത് ചെയ്താലും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത് എന്ന പാട്ടിൽ അഭിനയിച്ചത് തൊട്ടാണ് എല്ലാത്തിന്റെയും തുടക്കം. ദാസേട്ടന്റെ ഒപ്പമുള്ള ചില ഇന്റിമേറ്റ് സീനുകളൊക്കെ ഭയങ്കര വിവാദമായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രധാരണവുമായി റീലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ രേണു ഇടയ്ക്കിടെ ഏറി കയറാൻ തുടങ്ങി. രേണുവിന്റെ അഭിനയവും വിമർശനങ്ങൾക്കിടയായി. അത്ര വലിയ അഭിനേത്രിയൊന്നുമല്ല രേണു. ഈയിടെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് അവസരങ്ങൾ കിട്ടുന്നു എന്ന് മാത്രം. രേണു തനിക്കെതിരെയുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ തളർത്തുന്നില്ല എന്നുള്ള നിലപാടിലാണ് രേണു. ആളുകളൊക്കെ പറയുന്നത് പറയട്ടെ, തന്നെ ബാധിക്കില്ല എന്നാണ് രേണു പറയുന്നത്. ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് രേണു എപ്പോഴും പറയുന്നത്. എന്തായാലും ഇപ്പൊ രേണുവുമായി ബന്ധപ്പെട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ്. രേണുവിനോട് അവതാരികയുടെ ചില സമീപനങ്ങൾ ചോദ്യങ്ങളുമാണ് ഈ ഇന്റർവ്യൂവിനെ ഇത്രയധികം വൈറലാക്കി മാറ്റിയത്. ശാരിക എന്ന് പറയുന്ന ഒരു അവതാരികയാണ് രേണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ശാരിക മുമ്പും ചില വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഇന്റർവ്യൂവിലെത്തുന്ന അതിഥികളോടും മുൻവിധിയോടെ പെരുമാറുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടാണ് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ രേണുവും ശാരികയും രണ്ട് വിവാദങ്ങളിൽപ്പെട്ട നായികമാർ. നമുക്ക് ഈ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. പൈസ ഇല്ല, പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണ് അത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പാക്ക് ജോലിക്കാൻ പറ്റത്തില്ല. സൂചിച്ചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സൂചിച്ചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു. പക്ഷെ വേറെ വല്ല പണിക്കുമ്പോ കൂടെ എന്നാണ് അവതാരിക രേണുവിനോട് ചോദിച്ചത്. സംഭവം രേണുവിന്റെ ചില വീഡിയോകളും റീലുകളൊക്കെ അരോചകം തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അവർ അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മറ്റൊരാൾക്കുമില്ല. വിമർശനമൊക്കെ ആകാം, പക്ഷെ അത് അതിരുവിടരുത്. ഈ ഇന്റർവ്യൂവിലുടനീളം അവതാരികയുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്. രേണുവിനെ അപമാനിക്കാൻ മാത്രമായിട്ട് എടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ഈ രേണുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ അവതാരികയോട് ചോദിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ട്. നിർത്തി വല്ല പണിക്കുമ്പോ കൂടെയെന്ന്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് അവർ ചെയ്യട്ടെ. എന്തായാലും രേണുവിനോട് വേറെ വല്ല പണിക്ക് പൊയ്ക്കൂടെ എന്ന് പറയാനുള്ള അർഹതയൊന്നും ഈ അവതാരിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കൂടെ കേട്ടു നോക്കാം. ഇപ്പോ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുതി? ഞാനല്ല, രേണുസുതി പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞു. ആ തള്ളച്ചി പറയുന്നത് ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കയറി വരുന്നത് എന്റെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ, കുട്ടികളെ കാണിക്കരുത്. കണ്ണടപ്പിച്ച് വെക്കട്ടെ. കാണാൻ ഇഷ്ടമില്ലാത്തവര് കാണണ്ട, അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ കണ്ടതിന് ശേഷം വിമർശിക്കണമെങ്കിൽ അങ്ങനെയും ആകാം. നമ്മളും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് രേണു ചേച്ചിനെ നമ്മൾ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് ചില ഉടായ്പ ഫോട്ടോഷൂട്ടുകൾ വന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ രേണുവിനെ വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ വിമർശിക്കുമ്പോഴും അതിലൊരു മാന്യത കാട്ടാറുണ്ട്. കള്ളച്ചി അമ്മച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടാകരുത് ഇന്റർവ്യൂ. അത്രയ്ക്ക് വിമർശനമുള്ളവർ രേണുവിന്റെ വീഡിയോ കാണാണ്ടിരുന്നാ പോരെ. ഇൻസ്റ്റ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് രേണുവിന്റെ വീഡിയോ ആണെന്നാണ് പറയുന്നത്. അതിപ്പോ ഈ പറയുന്ന ഇൻസ്റ്റയുടെ യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ കാൽക്കോലത്ത് ഇങ്ങനെ തന്നെയാണ്. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വീഡിയോ ഫ്രണ്ടിൽ തന്നെ വരും. അതിനിപ്പോ രേണുവിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാൽക്കോലിതം മാറ്റാൻ കഴിയില്ലല്ലോ. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവര് എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് വെച്ചാൽ ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. ഞാൻ എനിക്ക് മാന്യത ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം
മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമല്ല, എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. അത് ശരി, രേണുസുതി പൊതുമുതലാണ് പോലും. അതൊരു പുതിയ അറിവാണല്ലോ. ഇനി മുതൽ രേണുവിനും സർക്കാർ ചെലവിന് കൊടുക്കുമായിരിക്കുമല്ലേ? അല്ല, ഈ പൊതുമുതലൊക്കെ സർക്കാരാണല്ലോ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടാ. താൻ ചെയ്യുന്നതിൽ ഒരു മാന്യത കുറവും തോന്നിയിട്ടില്ലെന്നാണ് രേണു പറയുന്നത്. ആ പറഞ്ഞത് അവതാരികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതാണ് കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഇന്റർവ്യൂക്ക് വരുന്നവരോട് മുൻവിധിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ അവതാരിക സംസാരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടണം. മാന്യത കുറഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറഞ്ഞു പോയി എന്ന് രേണു ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ആ അവതാരിക ഹാപ്പി ആയേനെ. എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും രേണു അവതാരികയെ തല്ലാണ്ട് വിട്ടല്ലോ. അതുകൊണ്ട് എന്തായാലും അവതാരികയെ കാട്ടി കൂടുതൽ മാന്യത എന്തായാലും രേണുക്കാണ് എന്ന് ഈ വീഡിയോ കണ്ട ആളുകൾ എല്ലാവരും പറയുന്നുണ്ട്. വെറുതെ നാട്ടുകാരെ മുഴുവൻ കാണിക്കാതെ കണ്ണാടിയുടെ മുന്നിൽ മാത്രം പോയി റീൽ ചെയ്യുന്ന രേണുവിന് നല്ലത് എന്നൊരു അഭിപ്രായം അവതാരിക പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അവതാരിക ഒരു കാര്യം ചെയ്തോളൂ, കണ്ണാടിയുടെ മുന്നിലോട്ടൊരു കസേര വലിച്ചിട്ടിട്ട് സ്വന്തമായി അങ്ങ് ഇന്റർവ്യൂ ചെയ്താൽ പോരെ. അതല്ലേ ഹീറോയിസം. എന്തായാലും ബാക്കി കൂടെ കേട്ടിട്ട് വരാം. എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. അതിനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ജോലി ചെയ്യാൻ അപമാനിക്കല്ലേ? സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കണം? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങളുടെ ഡൈവോഴ്സ് കളയത്തില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആവുന്ന സൂചിച്ചാണ്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സൂചിച്ചാണ്ട് എനിക്കറിയാം. പിന്നെ എങ്ങനെ സൂചിച്ചാണ്ട് തുറന്നൊന്നും പറയത്തില്ല, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സൂചിച്ചാണ്ട് മരിച്ചു പോയില്ല, കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അവതാരം പിടിച്ച ചോദ്യങ്ങളാണ് ഈ പെണ്ണുമ്പളെ ചോദിക്കുന്നത്. ഇനി മരിച്ചുപോയ സുധിച്ചേട്ടൻ കുഴിമാടത്തിൽ നിന്നും വന്ന് ഇതെല്ലാം ബോധിപ്പിക്കണമായിരിക്കും. മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ നാട് വിടില്ലേ, ഡിവോഴ്സ് ചെയ്യില്ലേ, എന്തെല്ലാം ടൈപ്പ് ചോദ്യങ്ങളാണല്ലേ. സുധിച്ചേട്ടൻ ഉണ്ടെങ്കിൽ രേണു ഈ ഫീൽഡിലോട്ട് വരാൻ സാധ്യത കുറവാണ്. വന്നാൽ തന്നെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും നോക്കിക്കോളൂ. അല്ലെങ്കിൽ തന്നെ മരിച്ചുപോയ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ആവശ്യം തന്നെ അവിടെ ഇല്ല. ബാക്കി കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ പറയാം, എന്തും പറയാതല്ല, എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളുടെ ഭാര്യ അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അതത്രേ ഉള്ളൂ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതൊന്നും അവതാരികയോട് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും രേണുക്കില്ലല്ലോ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട. എന്നെ ട്രോളണമെങ്കിൽ ട്രോളിക്കോ, കുറ്റം പറയണമെങ്കിൽ പറഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് രേണുവിന് ഇപ്പോഴും ഉള്ളത്. ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ഞാൻ ഇളകില്ല, ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് രേണു പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കേട്ടിട്ട് വരാം. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുമോ കാണാതിരിക്കും, അതാ പറയുന്നത്. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? ശരിക്കും തലക്കനം ആർക്കാണെന്ന് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ട ആരും രേണുവിന് തലക്കരമുണ്ട്, അഹങ്കാരമുണ്ടെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാനെന്തോ സ്വയം വലുതാണെന്ന് വിചാരിച്ചിരിക്കുന്ന അവതാരികയെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടാ. എന്തായാലും ബാക്കി കൂടെ കണ്ടിട്ട് വരാം. ഇനി ഇടിയാകുമെന്നല്ലോ നോക്കണ്ടേ. ബാ, എനിക്ക് ഒരു തലക്കനമില്ല. ഞാൻ തലക്കനോട്ടേക്ക് AC ബസ് അല്ലെങ്കിൽ AC ട്രെയിൻ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിൻ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമില്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മറക്കുന്നുണ്ട്. അറിയില്ല, കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിൽ തോന്നലല്ല. അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോഭനയും. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും. എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമെന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളുള്ളത് കാണിക്കും. ഇനി നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലൊരു നടിയാവണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ ആണ് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മള് എന്റെ ഇതേ അല്ലത്. സിനിമാ നടി ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല.
ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോ ആകുമായിരിക്കും. ഓക്കെ. ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ട്, എല്ലാ ബന്ധുക്കളും. ഓ, ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ഓ ശരി. ഭയങ്കര ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറഞ്ഞത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാമോ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. അവതാരികയുടെ ചോദ്യങ്ങളും ആറ്റിറ്റ്യൂഡും ഒക്കെ കുറച്ച് ഓവറാണെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷെ ഇത് രേണുവിനെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം വേണ്ടി വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ആയിട്ടാണ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ഇനി ഇതൊക്കെ ഇപ്പൊ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോന്നും ഇത് കണ്ടിട്ട് അറിയാൻ വയ്യ കേട്ടോ. ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്റർവ്യൂവിൽ അവതാരിക മൈക്കൊക്കെ വലിച്ചൂരി പോകുന്ന കണ്ടായിരുന്നു. പക്ഷെ ഇന്റർവ്യൂവിൽ ഇത് എവിടെയും കാണാനില്ല. മേ ബി ഒരു തമ്മിലിന് വേണ്ടി അത് ഷൂട്ട് ചെയ്തായിരിക്കാം. കൂടുതലൊന്നും ഞാൻ വലിച്ചു കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. പ്രത്യേകം അവതാരികയെ കുറിച്ച് പറയണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.